അമ്മയാണ്. പ്രദീപങ്ങളുടെയും അമ്മയുടെയും കല്യാണമാണ് ഇന്ന്. എനിക്ക് 6 മാസമുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ അമ്മ ഒറ്റയ്ക്കായിപ്പോയി. പക്ഷെ പ്രദീപങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ലൈഫ് കളറായിരിക്കും. ഇനി പ്രദീപങ്ങളിനെ വിളിക്കില്ലെന്നാണ് മാമി പറഞ്ഞത്. അച്ഛനെന്ന് വിളിക്കാനാ പറഞ്ഞത്. വരുന്നു. മീനുട്ടി മോളിങ്ങി വാ. മോൾ ഇനി പോയി അവിടെ പോയിരിക്കും. അവർ ഫോട്ടോ എടുക്കട്ടെ. എന്തായാലും ഇന്ദുവിന് ചേരുന്ന ആള് തന്നെ റെഡി. സത്യം, പാവം അവൾ ആ കൊച്ചിനെയും കൊണ്ട് ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടതാ. ഇപ്പോഴെങ്കിലും നല്ലൊരു ജീവിതം കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. പ്രദീപ് നല്ല ചെറുക്കനാ ചിറ്റെ. അവര് പോകുമ്പോഴേ മീനുവിനും കൂടെ കൊണ്ടുപോവാന്ന് പറഞ്ഞു. അത് വേണം. അതെന്താ ചിറ്റെ? അല്ല, സ്ഥാനം അച്ഛൻ്റെതാണെങ്കിലും രണ്ടാനച്ഛനാ. ഇവിടുത്തെ പെൺപിള്ളേർക്ക് സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ. അല്ല, നമ്മുടെ മീനുവിനെ അങ്ങോട്ട് വിടണോ? ഒന്ന് മിണ്ടാതിരിച്ചിട്ട് ആ കൊച്ചു കേക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തെക്കേക്കരയിലെ ശ്രീലക്ഷ്മിയുടെ കാര്യം അറിയാമല്ലോ. കല്യാണം കഴിഞ്ഞനൊക്കെ പിന്നെ ആ 2 പെൺപിള്ളേരെയും രണ്ടാനച്ഛൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഗതി നമ്മുടെ കുഞ്ഞിന് വരരുതെന്ന് വിചാരിച്ച് പറഞ്ഞു പോയതാ. പിന്നെ ചിറ്റ ആ കൊച്ചു കേക്കും. അതിന് കേട്ട വിഷമമാവും. കേട്ടെന്ന് തോന്നുന്നു. പിന്നെ ചിറ്റ ഉറക്കയില്ലേ പറഞ്ഞത്? നീ ഏതാണ്ട് പെതുക്കെയാണോ പറഞ്ഞത്? പുതിയ സ്കൂൾ എങ്ങനെയുണ്ട് മിന്നു? എനിക്ക് പഴയ സ്കൂളായിരുന്നു ഇഷ്ടം. ഓ, സ്കൂൾ മാറിയോണ്ടാണോ നീ ഇപ്പൊ പഠിത്തത്തിൽ ഉഴപ്പണത്? ഇത് നോക്ക്, നോട്ട്സ് പോലും കംപ്ലീറ്റ് അല്ല. എന്ത് കാണിക്കണത് മിന്നു? എന്ത് വെച്ചാലും ഇങ്ങനെ മിണ്ടാതിരുന്നോളാം കേട്ടാ. എടി, നീ എന്തിനു മോളെ ഇങ്ങനെ വഴക്ക് പറയണേ? ഇങ്ങനെ പറയാതിരിക്കും പ്രതിഭേട്ടാ. വന്നിപ്പോ ഒരു ഭാഗം പഠിക്കണില്ലാന്നേ. അതവള് പുതിയ സ്കൂളിൽ ചേർന്നതിൻ്റെ ഇതാ. അവൾ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാനുള്ള സമയം കൊടുക്കുന്നേ. എന്ത് നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയെന്നറിയോ? പഴയ വീട്ടിലായിരിക്കുമ്പോ ഫുൾ ബഹളായിരുന്നു. കളിയും ചിരിയും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്. ഇപ്പൊ അവളുടെ വായിൽ നാവുണ്ടോന്ന് അറിയണമെങ്കിൽ വാ പൊളിച്ചു നോക്കണം. മതി മതി, നീയേ എനിക്ക് മോക്കും ജ്യൂസ് എടുത്തോണ്ട് വന്നേ. എനിക്കറിയാം എൻ്റെ മോളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന്. അത് ശരി. ഇപ്പൊ അച്ഛനും മോളും ഒരു ഘട്ടമായ ഞാൻ ഒറ്റ. ശരി, നടക്കട്ടെ. എന്ത് പറ്റി മോളെ? നമുക്ക് സ്കൂൾ ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ സ്കൂളിൽ ചേരാം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും മോൾ അച്ഛനോട് പറയണം. എന്താണ് ആലോചിക്കുന്നത്? എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല. മിന്നു, അച്ഛനാണ് ഇങ്ങനെയൊക്കെ പറയണത്? ഇതെന്റെ അച്ഛനൊന്നും അല്ല. എന്റെ അച്ഛൻ മരിച്ചു പോയില്ലേ?
പ്രതിഭേട്ട സോറി, അവള് അറിവില്ലാണ്ട് പറഞ്ഞു പോയതായിരിക്കും. മിന്നുവിന് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നോ? അവള് ഓക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ വേറൊരു കല്യാണത്തിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. മിന്നു നിർബന്ധിച്ചിട്ടാ സത്യം പറഞ്ഞ കല്യാണം. പിന്നെ അവൾക്കെന്താ എൻ്റെ അടുത്ത് ഇത്ര അകൽച്ച? എനിക്കറിയില്ല പ്രതിഭേട്ട. എക്സ്ക്യൂസ് മീ ടീച്ചർ. യെസ് മേക്കം പ്ലീസ് ഇരിക്കും. ടീച്ചർ എന്താ കാണണമെന്ന് പറഞ്ഞേ? മിന്നു ക്ലാസ്സിൽ ആബ്സെന്റ് മൈൻഡഡ് ആണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഹോംവർക്ക് ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ ക്ലാസ് ടെസ്റ്റിനൊക്കെ ഫെയിലായി. എനിക്ക് എന്തോ ഒരു പ്രോബ്ലം ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ നമ്മുടെ കൗൺസിലിംഗ് വിട്ടായിരുന്നു മോളെ. അയ്യോ, എന്നിട്ട് ടീച്ചർ എന്താ എൻ്റെ മോൾക്ക് പറ്റിയ? അയ്യോ വറിയിടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. നമുക്കവളോട് സംസാരിക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ അടുത്തിടെയാണല്ലോ നിങ്ങളുടെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞേ. അതെ. അതിനുശേഷമാണോ മോളിങ്ങനെ ഗ്ലൂമി ആയേ? ആ, പക്ഷെ മോള് പറഞ്ഞിട്ടാ ഞാൻ കല്യാണം കഴിച്ചു തന്നെ. അവള് നിർബന്ധിച്ചിരുന്നു. പക്ഷേ മോൾക്ക് സെക്കൻഡ് ഫാദറിനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവളങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. ടീച്ചർ ചോദിക്കുന്നോണ്ട് വേറെ ഒന്നും തോന്നരുത്. അവള് വേറെ എന്തെങ്കിലും പറഞ്ഞോ? അച്ഛൻ മോശമായിട്ട് പെരുമാറിയെന്നോ മറ്റോ? അയ്യോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനത് ചോദിച്ചായിരുന്നു. പക്ഷെ എന്തോ മനസ്സിലെന്തോ ഒരു പേടി തട്ടിയിട്ടുണ്ട്. എന്തായാലും എന്തൊന്നും സംസാരിച്ചു നോക്കും മിന്നുനോട്. മോൾ എന്തായാലും പറയാതിരിക്കില്ല. അമ്മമാരെ പോലെ മനസ്സിലാക്കാൻ വേറെ ആർക്കും പറ്റില്ലല്ലോ. ചിലപ്പോൾ നമ്മളോട് പറയാത്ത എന്തെങ്കിലും എന്തിനോട് പറഞ്ഞാലോ? പക്ഷെ ടീച്ചർ പ്രതിഭട്ട അങ്ങനെ ഒരാളല്ല. അയ്യോ നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം. എന്തായാലും എന്ത് സംസാരിക്കും. ടെൻഷനൊന്നും ആവണ്ട. മോളോടും സംസാരിക്കും. ശരി പൊക്കോളൂ. ഇന്ദു ടെൻഷനാവാൻ പറഞ്ഞതല്ല കേട്ടോ. സംസാരിക്കാം. നമുക്ക് വഴിയുണ്ടാക്കാം. പോയിട്ടോ. എന്താടോ എന്തു പറഞ്ഞു? അത് മിന്നുവിന് എടുത്താൻ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം എന്തെന്ന് പറ. അവൾക്ക് മാർക്ക് കുറവാ ടെസ്റ്റിനൊക്കെ. ഇത്ര ഉണ്ടായിരുന്നോളൂ? താൻ കരയുന്ന കണ്ടപ്പോൾ ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചു. എടോ അവൾക്ക് നല്ലൊരു ട്യൂഷൻ ടീച്ചറിനെ അറേഞ്ച് ചെയ്യാം. താൻ നോക്കൂ, അടുത്ത ടേമിൽ എല്ലാ സബ്ജക്ട്സിനും അവൾക്ക് A+ ആയിരിക്കും. പ്രതിഭയുടെ ഏതോ ഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞില്ലേ? ആ പോയിട്ടോ? അത് തന്നെ മോളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പൊയ്ക്കോളാം. വേണ്ട വേണ്ട, ഞാനും മോളും ഒന്ന് കറങ്ങാൻ പോകും. അതെന്താടോ? അപ്പം അമ്മയും മോളും ഒരു സെറ്റായിട്ട് എന്നെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കുകയാണല്ലേ? എടോ ഞാനും നിങ്ങളൂടെ വരാം. വേണ്ട, ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം. എന്നാൽ ശരി, നിങ്ങൾ പോയി എൻജോയ് ചെയ്തിട്ട് വാ. പിന്നെ മോളെ അച്ഛൻ പിണക്കാണോ കേട്ടോ? അച്ഛനെ കൊണ്ടുപോകുന്നില്ലല്ലോ മോള്. ഏട്ടാ ലേറ്റ് ആവും, പോയിട്ടോ. അച്ഛൻ പോട്ടടാ. മോള് പറ, നമുക്കിന്ന് പുറത്തു പോവാം. എവിടെ കറങ്ങാൻ പോണ്ടേ? നമുക്ക് മാത്രം. എവിടെയെങ്കിലും പോവാം. പാർക്ക് വേണോ ബീച്ച് വേണോ? ബീച്ച്. ആ പോവാം. എന്നാ ഹൈ ചെയ്താ.
വെള്ളമൊക്കെ ആയി. ഞാൻ പറഞ്ഞത് തന്നെ ഇറക്കണ്ടെന്ന്. ഇതെപ്പോ ഉണങ്ങാനാ? നിങ്ങൾ ഹാപ്പി അല്ലേ? ഹാപ്പിയാണല്ലോ. എന്നല്ലേ അമ്മ ഒരു കാര്യം ചോദിച്ചാലേ സത്യം ചെയ്യാന്ന്. സത്യം പറയാന്ന് പ്രോമിസ്. പ്രോമിസ് ചെയ്യും. ഇതെന്തൊരു ബലമില്ലാത്ത പ്രോമിസ്. ആ ഗുഡ് ഗോഡ്. വാ. എൻ്റെ മോൾക്കേ എന്താ അച്ഛന് ഇഷ്ടമില്ലാത്ത? എന്താ ഇവിടെ വന്നേ? ഇരിക്ക്. എന്താ എന്താ കാണിച്ചേ? എനിക്ക് അയാളെ ഇഷ്ടമല്ല. അയാൾ തൊടുന്നതും നോക്കുന്നതും ഒക്കെ. എൻ്റെ മോളെ അയാൾ ടച്ച് വല്ലതും ചെയ്തോ? ഇവിടെയും ഇവിടെയും ഇവിടെയൊക്കെ തൊടുന്നു. അച്ഛൻ ബാഡ് ടച്ച് ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് നിനക്ക് അച്ഛന് ഇഷ്ടമല്ലാത്ത? രണ്ടാനച്ഛനൊക്കെ ചീത്തയാ. സമ്മതിച്ചിട്ട് പറഞ്ഞു അയാള് ബാഡ് ടച്ച് ചെയ്യും. എനിക്ക് അയാളെ ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെയൊന്നുമില്ല. പേടിയാവണം. അങ്ങനെയൊന്നുമില്ല. മോൾക്ക് പേടിയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. കരയണ്ട, മോൾക്ക് അമ്മയില്ലേ? എൻ്റെ മോള് ജനിച്ച് 6 മാസമായപ്പോഴാണ് സന്ദീപേട്ടൻ മരിക്കേണ്ടത്. അന്നോട്ട് ഇന്ന് വരെ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. എൻ്റെ ജീവനും ജീവിതവും ഒക്കെ ആൾക്ക് വേണ്ടിയിട്ടാണ്. അവളെ വേദനിപ്പിച്ചിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രതിഭേട്ട. എടോ, തനിക്ക് തോന്നുന്നുണ്ടോ മിന്നുമോളെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ അല്ല കാണുന്നത്? എനിക്കറിയാം പ്രതിഭേട്ട. പ്രതിഭേട്ടന് അവളെ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എൻ്റെ ചിത്രയും ഋതുമോളും മരിച്ചതിന് ശേഷം ഞാൻ മറ്റൊരു വിവാഹത്തിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നിട്ടും എൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയ ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്നത്. അന്നവിടെ മിന്നുമോളെ കണ്ടപ്പോൾ എനിക്ക് എന്തുമാത്രം സന്തോഷമായെന്നറിയോ? എൻ്റെ ഋതുമോളുടെ അതേ പ്രായം അവൾക്ക്. എനിക്ക് എൻ്റെ ഋതുമോളെ കിട്ടിയതിന് തുല്യമായിരുന്നു. എല്ലാം എനിക്കറിയാം പ്രതിഭേട്ട. പക്ഷെ ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എൻ്റെ മോളാകെ പേടിച്ചിട്ടിരിക്കുക. അവളുടെ ഇഷ്ടത്തിനല്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രതിഭേട്ട. ഞാനും എൻ്റെ മോള് രാവിലെ തന്നെ ഇറങ്ങും.
ഹലോ മാമി. എന്ത് പറ്റി മിന്നുമോളെ? ഈ രണ്ടാം അച്ഛനൊക്കെ ചീത്തയാണോ? മക്കളോട് ഇതൊക്കെ ആര് പറഞ്ഞു? അന്ന് സുമതിച്ചിട്ടേ പറഞ്ഞില്ലേ? എന്റെ മക്കളെ, മനുഷ്യരിൽ നല്ലവരും കെട്ടവരും ഉണ്ട്. അത് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടല്ല മനസ്സിലാക്കേണ്ടത്. നമ്മൾ അവരോട് അടുത്തറിഞ്ഞാലേ അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടല്ല മനസ്സിലാക്കേണ്ടത്. മോളെ, ആദ്യം ചീത്തയാണെന്ന് വിചാരിക്കുന്നവരാണ് നമ്മളോട് ഇടപഴകി കഴിയുമ്പോൾ അവർ നല്ലവരാണെന്ന് നമുക്ക് തോന്നുന്നത്. മോളൊരു കാര്യം ചെയ്യ്, ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കണ്ട. മോടെ തീരുമാനമാണ് നല്ലത്. താങ്ക് യു മാമി. ഓക്കെ മോളെ, ഓക്കെ. നമ്മൾ അവരോട് അടുത്തറിഞ്ഞാലേ അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടല്ല മനസ്സിലാക്കേണ്ടത്. എന്തോ താൻ നല്ലതുപോലെ ആലോചിച്ചിട്ടാണോ? അതെ പ്രതിഭട്ട, മിന്നുമോളുടെ സന്തോഷം എനിക്ക് വലുത്. എനിക്ക് ഉറപ്പുണ്ടോ, എന്തെങ്കിലും ഒരു ദിവസം അവൾ എൻ്റെ സ്നേഹം മനസ്സിലാക്കും. അച്ഛാ, എനിക്ക് ഊഞ്ഞാല് കെട്ടി തരുമോ അച്ഛാ? പിന്നെന്താടാ? വലുതറന്നാട്ടെ. മിന്നു, മോള് ഹാപ്പിയാണോ? ആ, ഹാപ്പിയാ. നീ വന്നേ. മോക്ക് വീട്ടിൽ പോണോ? പോകണ്ട. നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ അച്ഛന് വിഷമാവില്ലേ? ഈ ടൈമില് മിന്നുമാണ് ക്ലാസ് ടോപ്പർ. എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്കുണ്ട്. ഇത് മോളുടെ ഡ്രോയിങ് ബുക്കാ, തുറന്നു നോക്കൂ. My father's love for me is unconditional. No matter what happened, I know he will always be there to supporting me. Love you, അച്ഛാ. സന്തോഷായില്ലേ രണ്ടുപേർക്കും? പിന്നെ അന്ന് സുമതി ചിറ്റമ്മയുടെ വാക്കം കേട്ട് ഞാൻ പോയിരുന്നെങ്കിൽ ഈ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടേനെ. ഇപ്പൊ നോക്കിക്കേ, ഞാനും എൻ്റെ അമ്മ എത്ര ഹാപ്പിയാന്ന് നോക്കിക്കേ. അച്ഛൻ ഞങ്ങളെ പൊന്നു പോലെയാണ് നോക്കുന്നത്. ഇപ്പൊ എനിക്കറിയാം, എന്തൊക്കെ സംഭവിച്ചാലും ഈ അച്ഛൻ്റെ കൈകളിൽ ഞാൻ സുരക്ഷിതയായിരിക്കും. ബൈ.